അപ്പോൾ നമ്മൾ 8 ബാബുകളാണ് ഇതുവരെ കഴിഞ്ഞത്. 8 ബാബുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇൽമുൽ മാനിയുടെ അത് നട്ടെല്ലാണ് ആ 8 ബാബുകൾ. ഈ 8 ബാബുകളിൽ പറയപ്പെട്ട കാര്യങ്ങൾ, അതായത് ഒരു കലാമിനെ സന്ദർഭത്തിനോട് യോജിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ടൂൾസുകളാണ് 8 ബാബുകൾ എന്ന് പറയുന്നത്. 8 ബാബുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു കലാമിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശേഷി അവന് കരഗതമായി തീരും. ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പര്യവസാനം, ഒരു കൺക്ലൂഷൻ വളരെ അനിവാര്യമായിരിക്കും. അൽ ഖാത്തിമ, പര്യവസാനം. ഫി ഇഖ്റാജുൽ കലാമി, കലാമിനെ കൊണ്ടുവരുന്ന വിഷയത്തിൽ അല ഖിലാഫി മുഖ്തദ ലാഹിരി, ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായിട്ട്, ബാഹ്യമായൊരു താല്പര്യം ഉണ്ടാവും ഒരു കലാം കൊണ്ടുവരാൻ, അതിന് വിരുദ്ധമായിട്ട് ചിലപ്പോൾ കലാമിനെ കൊണ്ടുവരും. അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഇറാദുൽ കലാമി, ഒരു കലാമിനെ കൊണ്ടുവരുന്നത് അല ഹസ്ബി മാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതനുസരിച്ച്, മിനൽ ഖവാഇദി, നിയമങ്ങൾ, തൊട്ടു മുമ്പ് 8 ബാബുകളിലായി പറഞ്ഞ നിയമങ്ങൾ, അതനുസരിച്ച് കലാമിനെ കൊണ്ടുവരുന്നത് യുസമ്മ ഇഖ്റാജൽ കലാമി, അതിന് പറയും കലാമിനെ കൊണ്ടുവരുന്നു എന്ന് അല മുഖ്തദ ലാഹിരി, പ്രത്യക്ഷമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയും. അഥവാ ഇതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ നിയമങ്ങൾ, അഥവാ ആ നിയമങ്ങൾ അനുസരിച്ച് കലാമിനെ കൊണ്ടുവന്നാൽ ബാഹ്യമായ താല്പര്യത്തിന് അനുഗുണമായി, പൂരകമായി കലാമിനെ കൊണ്ടുവന്നു എന്ന് പറയപ്പെടും. അപ്പോൾ അതാണ് ഒരു ബേസിക്കായിട്ട് പറയാനുള്ളത്. 2, വഖദ് തഖ്തളി, ചിലപ്പോൾ അൽ അഹ്വാലു, അവസ്ഥകൾ താല്പര്യപ്പെടുന്നതാണ്, അൽ ഉദൂല, മാറി വരുന്നതിന്, അൻ മുഖ്തദ ലാഹിരി, പ്രത്യക്ഷ താല്പര്യത്തിൽ നിന്നും മാറി വരുന്നതിന് അവസ്ഥകൾ ചിലപ്പോൾ എന്താണ് താല്പര്യപ്പെടുന്നതാണ്, നിർബന്ധിക്കുന്നതാണെന്നർത്ഥം. വയൂറത്തുൽ കലാമു, അപ്പോൾ കലാമിനെ കൊണ്ടുവരപ്പെടും അല ഖിലാഫിഹി, പ്രത്യക്ഷ താല്പര്യത്തിന് വിരുദ്ധമായിട്ട്, ഫി അൻവാഇൻ മഖ്സൂസ, പ്രത്യേകമായ വിഭാഗങ്ങളിലായിട്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ആംബുലൻസ് എന്താണ് പോകുന്നത് എങ്ങനെയാണ്, പ്രത്യക്ഷമായ താല്പര്യമുണ്ട് വഴിയിലൂടെ വളരെ സാവധാനം ഓടിക്കണം, ഇടത് സൈഡിലൂടെ എന്ത് ചെയ്യണം, നമ്മൾ പോകണം. അങ്ങനെ കുറേ റോഡ് നിയമങ്ങളുണ്ട്. അപ്പോൾ ആ റോഡ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അവിടെ വണ്ടി ഓടിക്കുന്നതിന് നമ്മൾ എന്ത് പറയും, അതായത് പ്രത്യക്ഷമായ താല്പര്യമനുസരിച്ച് വാഹനം ഓടിച്ചു എന്ന് നമ്മൾ പറയും. ചിലപ്പോൾ എന്താണ് അതിന് വിരുദ്ധമായിട്ട് ചിലപ്പോൾ വാഹനം ഓടിക്കേണ്ടി വരും. അഥവാ ആംബുലൻസ് പോകുന്നത് അത് ആ രൂപത്തിലാണല്ലോ. അതിലിപ്പോൾ പെട്ടെന്ന് ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരിക, അപകടത്തിൽ പരിക്കേറ്റവൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരിക, അങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ചിലപ്പോൾ റോഡിൻ്റെ പൊതുവായ നിയമങ്ങളെല്ലാം അവിടെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല ഉദാഹരണം അതുതന്നെയാണ്. അപ്പോൾ എന്താണ് കലാമിനെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ചേതോവികാരങ്ങളാണ് പ്രത്യക്ഷ താല്പര്യത്തിന് വിരുദ്ധമായ കലാമിനെ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. മിൻഹാദിൽപ്പെടാണ് തൻസീലുൽ ആലിമി ബി ഫായിദത്തുൽ ഖബരി ഔ ലാസിമിഹ മൻസിലത്തുൽ ജാഹിലി ബിഹ. ഒന്നാമത്തെ തൻസീലുൽ ആലിമി, ഒരു അറിവുള്ള ഒരാളെ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക, ബി ഫായിദത്തുൽ ഖബരി ഔ ലാസിമിഹ, ഫായിദത്തുൽ ഖബറിനെയോ ലാസിമു ഫായിദത്തുൽ ഖബറിനെയോ പറ്റി അറിവുള്ള ഒരാളെ. ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു വാർത്തയുടെ പ്രയോജനം. 2, ലാസിമു ഫായിദത്തുൽ ഖബർ, വാർത്തയുടെ പ്രയോജനത്തിൻ്റെ അനിവാര്യ എന്താണ് ഭാഗം. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞിരുന്നു, ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ഒരാൾ എന്ത് ചെയ്യുക, ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ലാസിം ഫായിദത്തുൽ ഖബർ പറഞ്ഞാൽ ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കലല്ല, എനിക്കറിയാമെന്ന് അയാളെ അറിയിക്കലാണ്. ഇത് രണ്ടും ഖബരിയായ ജുംലയുടെ ആ ഒരു അടിസ്ഥാന മുഖമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അവിടെ. ചുരുക്കത്തിൽ അങ്ങനെ ഒന്നുകിൽ ഫായിദത്തുൽ ഖബറോ അല്ലെങ്കിൽ ലാസിം, ഇത് രണ്ടിനെ കുറിച്ച് അറിവുള്ള ഒരാളെ അറിവില്ലാത്ത ഒരാളുടെ സ്ഥാനത്ത് അവതരിപ്പിക്കുക. എന്തുകൊണ്ടായിരിക്കാം? ആദമി ജരിയാനിഹി, അവൻ സഞ്ചരിക്കാത്തത് കൊണ്ടാണ്. അല മൂജബി ഇൽമിഹി, അവൻ്റെ വിജ്ഞാനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവൻ സഞ്ചരിക്കാത്തതുകൊണ്ടാണ്. ഫൈൽഖായിലി ഖബർ, അപ്പോൾ അവനോട് ആ കാര്യം അവതരിപ്പിക്കപ്പെടും. കമായിൽഖായിൽ ജാഹിലി, അറിവില്ലാത്ത ഒരാളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന പോലെ. കകോലിക്ക, നീ പറയുന്ന ലിമനി ഉദി ഇയ അബാഹു, വാപ്പയെ ഉപദ്രവിക്കുന്ന ഒരാളോട് പറയും, ഹദാ അബൂക്ക, ഇത് നിൻ്റെ വാപ്പയാണ് കേട്ടോ. വാപ്പയാണെന്ന് അവൻ അറിയാത്തത് കൊണ്ടല്ല, അവൻ്റെ പെരുമാറ്റം
എന്താണ് അവനക്ക് അവൻ്റെ വാപ്പയെ തിരിച്ചറിയുന്നില്ല എന്ന രൂപത്തിലേക്കാണ് അവൻ്റെ പെരുമാറ്റം പോകുന്നത്. അപ്പോൾ അവനെ ട്രോളിക്കൊണ്ട് ഇതൊരു ട്രോളാണെന്ന് ചുരുക്കം. അറിവുള്ള ഒരാൾ അറിവില്ലാത്ത ഒരാളുടെ സ്ഥാനത്ത് ഇറക്കുന്നത് അവനൊന്ന് ട്രോളുന്നതിന് വേണ്ടിയാണ്. അതായത് നീ ചെയ്യുന്നത് ശരിയല്ല, നിൻ്റെ വിജ്ഞാനത്തിനനുസരിച്ച് അല്ല നീ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം അവനെ ഒന്ന് ശകാരിക്കുന്നതിനും അവനൊന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ്. അപ്പോൾ ബാഹ്യമായ താല്പര്യം എന്താണ്? ഇത് വാപ്പയാണെന്ന് പറയലല്ല. ബാഹ്യമായ താല്പര്യം എന്താണ്? വാപ്പയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് പറയാതിരിക്കലാണ് ബാഹ്യമായ താല്പര്യം. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഇവിടെ അഹാദാബൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെതായൊരു ലോജിക്ക് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. അമിൻഹാദിൽ പെടുന്ന തൻസീലു ഗൈരിൽ മുൻകിരി, നിഷേധിക്കാത്ത ഒരാളെ അവതരിപ്പിക്കുക മൻസിലത്തിൽ മുൻകിരി, നിഷേധിക്കുന്ന ഒരാളുടെ സ്ഥാനത്ത്. ഇദാ ലഹ അലൈഹി, അവനിൽ പ്രകടമാണെങ്കിൽ ഷെയ്ഉമിൻ അലാമാത്തിൽ ഇൻകാരി, നിഷേധത്തിൻ്റെ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ പ്രകടമാണെങ്കിൽ നിഷേധിക്കാത്ത ആളെ നിഷേധിച്ച ആളുടെ സ്ഥാനത്തിറക്കും. ഫയോക്കത് ലഹു, അവർ ചെറിയ താക്കീതോടുകൂടി അവൻ്റെ മുന്നിൽ അവതരിപ്പിക്കും. മനസ്സിലായില്ലേ? നിഷേധമില്ല, പക്ഷേ നിഷേധത്തിൻ്റെ അടയാളങ്ങളൊക്കെ പുള്ളിയുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ പുള്ളിയുടെ ഏതെങ്കിലും അംഗവിക്ഷേപങ്ങളിലൊക്കെ പ്രകടമാണ്. അപ്പോൾ നിഷേധിച്ചിട്ടില്ലെങ്കിലും നിഷേധിച്ചതിൻ്റെ സ്ഥാനത്താണ്. ഉദാഹരണത്തിന് 5 വഖ്ത് നമസ്കാരം നിഷേധിക്കുന്നൊന്നുമില്ല, പക്ഷെ പുള്ളി നമസ്കരിക്കുന്നില്ല, അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നേ ഇല്ല. ബാങ്ക് വിളിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യുക? കടയിലേക്ക് പോകുന്നു. ഇങ്ങനെ പുള്ളിയുടെ ആ ഒരു ശൈലിയും രീതിയും എല്ലാം കാണുമ്പോൾ 5 വഖ്ത് നമസ്കാരത്തെ നിഷേധിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ചിലപ്പോൾ അവനോട് അല്പം കട്ടിക്ക് തന്നെ ആ നമസ്കാരത്തെ കുറിച്ച് അവനെ ബോധവൽക്കരിക്കും. ഒരു പക്ഷേ നിഷേധിക്കുന്ന ഒരാളോട് പറയുന്നത് പോലെ. അതാണ് പറയാൻ പോണത്. നഹു ജാ ഷഖീഖുൻ, ഷഖീഖ് വന്നു. ആരിദൻ റുംഹഹു, അവൻ്റെ കുന്തം വീതിയിൽ വെച്ചവനായ നിലയിൽ. ഇന്ന ബനി അമ്മിക്ക ഫിഹിം റിമാഹു, നിൻ്റെ കൊച്ചാപ്പയുടെ മക്കൾ ഫിഹിം റിമാഹു, അവരുടെ അടുക്കലും റിമാഹുൻ, കുന്തങ്ങളെല്ലാം ഉണ്ട് അല്ലേ? അവരും വെറുതെ അവരുടെ കൈ വാഴ പറിക്കാൻ പോകുന്നുമല്ല. അപ്പോൾ ഷഖീഖ് അവൻ്റെ കുന്തമൊക്കെ ഇങ്ങനെ വീതിക്ക് പിടിച്ച് വലിയൊരു ഭീഷണി പോലെയൊക്കെ വരികയാണ്. അപ്പോൾ അവൻ എന്താണ്, അവൻ്റെ പിതൃവ്യ പുത്രന്മാർ എല്ലാം, അപ്പോൾ അവരൊക്കെ വെറും നിരായുധരാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് ഇവൻ്റെ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അവനെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറയുകയാണ്, ഇന്ന ബനി അമ്മിക്ക, നീ ഏറ്റുമുട്ടാൻ പോകുന്നവർ നിസ്സാരക്കാരല്ല, അവരുടെ കയ്യിൽ നിൻ്റെ പോലെ തന്നെയുള്ള കുന്തങ്ങളും ആയുധങ്ങളുമെല്ലാം ഉണ്ട് എന്ന് വളരെ വിനയപൂർവ്വം, എന്നാൽ അവനെ എന്ത് ചെയ്യുക, ഒരു നിഷേധ സ്വഭാവത്തിൽ അവനെ കണ്ടുകൊണ്ട് പറയുകയാണ്. ക്ലിയറായില്ലേ? അപ്പം അറിവുള്ളവൻ അറിവില്ലാത്തവൻ്റെ സ്ഥാനത്ത്, നിഷേധിക്കാത്തവൻ നിഷേധിക്കുന്ന ഒരു സ്ഥാനത്ത്. അപ്പോൾ ചുരുക്കത്തിൽ ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമാണ് ഇതെല്ലാം എന്ന് വളരെ വ്യക്തം. വക്കോലിക്ക നീ പറയുന്ന പോലെ ലിസായിലിൽ മുസ്തബഇരി ഹുസൂൽ അൽ ഫറജി, ലിസായിലി ചോദിക്കുന്ന ഒരാളോട്, അൽ മുസ്തബഇരി വിദൂരമായി കാണുന്ന, ഹുസൂൽ ഫറജി ഒരു പ്രയാസങ്ങൾ എന്നുള്ള മോചനം ഉണ്ടാകുന്നതിന് വിദൂരമായി കാണുന്ന ഒരാൾ, അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ അയാളോട് നീ പറയുകയാണ്, ഇന്നൽ ഫറജ അല്ല ഖരീബുൻ, തീർച്ചയായും സന്തോഷവും സമാധാനവും ഈ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനമെല്ലാം വളരെ അടുത്താണ്, അല്ല ഖരീബുൻ, അനധിവിദൂര ഭാവിയിൽ തന്നെ അത് പുലരും എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണത്? അവൻ നിഷേധിക്കുന്നതുമില്ല, അത് സന്തോഷം ഉടനെ ഉണ്ടാകുന്ന നിഷേധിക്കുന്നില്ല, പക്ഷേ അവൻ്റെ ആ ഒരു യാചനയും ആ ഒരു യാചകവൃത്തി അവൻ തിരഞ്ഞെടുത്തുമല്ല, അങ്ങനെ സന്തോഷം ഉടനെ ഒന്നും ഉണ്ടാവില്ല എന്ന്, അല്ലേ, സന്തോഷം ഉടനെ ഉണ്ടാവില്ല എന്ന് അവൻ വാദിക്കുകയും അല്ലെങ്കിൽ സന്തോഷത്തെ നിഷേധിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇന്നൽ ഫറജ അല്ല ഖരീബ് എന്ന് ചുരുക്കത്തിലൂടെ താക്കീത് കൊടുത്തത് നിഷേധിച്ചെങ്കിലും നിഷേധിക്കുന്നവന് തുല്യമായതുകൊണ്ടാണ്. അടുത്ത തൻസീലുൽ മുൻകിരി അവിഷാക്കി, നിഷേധിക്കുന്ന ഒരാളെ, അവിഷാക്കിയിൽ സംശയിക്കുന്ന ഒരാളെ, മനസ്സിലത്തിൽ ഖാലി, സംശയവും നിഷേധവും ഒന്നും ഇല്ലാത്ത ഒരാളുടെ സ്ഥാനത്ത് അവതരിപ്പിക്കുക. നേരത്തെ പറഞ്ഞാൽ നേരെ തിരിച്ച്, നേരത്തെ നിഷേധിക്കാത്ത ആളെ നിഷേധിച്ചവൻ്റെ സ്ഥാനത്തും, അറിവുള്ള ഒരാളെ അറിവില്ലാത്തവൻ്റെ സ്ഥാനത്തും, ഇതാണ് നേരത്തെ ചെയ്തിരുന്നത്. ഇപ്പോൾ പറയുന്നത് നിഷേധിക്കുന്ന ആൾ തന്നെയാണ് ശരിക്കും, സംശയമുള്ള ആൾ തന്നെയാണ്.
പക്ഷെ ഇല്ലാത്ത സ്ഥാനത്ത് അവതരിപ്പിക്കുകയാണ്. എപ്പോഴായത് ഇതാക്കാൻ മാഹുവാനോടൊപ്പം ഉണ്ടായിരുന്നാൽ പിന്നെ ഷവാഹിദി തെളിവുകളിൽ നിന്നും ഒരളവ് ഇതാ താമലഹു അവനത് ചിന്തിക്കുകയാണെങ്കിൽ സാല ഇൻകാറു അവൻ്റെ നിഷേധം അവസാനിക്കുന്നതാണ്. ഔഷക്കുൽ അവൻ്റെ സംശയം എന്ത് ചെയ്യുന്നതാണ്, അവിടെ അസ്തമിക്കുന്നതാണ്. കോലിക്ക നീ പറയുന്ന പോലെ സാധാരണ നമ്മൾ പറഞ്ഞു, ഖബരിയുടെ സ്ഥാനത്ത് പറഞ്ഞിരുന്നു അതിന് 3 വിഭാഗമുണ്ട്. നിഷേധമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളെടുത്ത് സാധാ പോലെ കലാമ് പറഞ്ഞാൽ മതി. ഒരല്പം സംശയമുള്ള ഒരാളാണെങ്കിൽ ചെറിയൊരു താക്കീത് കൊടുത്തിട്ട് ആ സംശയം നുള്ളിക്കളയുന്ന രൂപത്തിലുള്ള താക്കീത്, നിഷേധിക്കുന്ന ആളാണെങ്കിൽ നിഷേധത്തെ നിർവീര്യമാക്കുന്ന രൂപത്തിൽ താക്കീത് നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ താക്കീതോടുകൂടിയാണ് പറയേണ്ടത് ഈ പറയുന്ന മുൻകിറിനോടും ഷാക്കിനോടും. പക്ഷേ താക്കീത് ഇല്ലാതെ പറയും. എന്തിനു വേണ്ടിയാ? ഇത് സാധാ ഒരു മുൻകിറല്ല, ഏകപക്ഷീയമായി വെറുതെ നിഷേധിച്ചുകൊണ്ട് നിൽക്കുന്ന ആളല്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് അവനിൽ നിഷേധമോ സംശയമൊക്കെ വന്നുകൂടിയതാണ്. സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമായി അവനിൽ തെളിവുകൾ അവൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടാൽ അവൻ ആ തെളിവുകളെ ചിന്തിക്കാൻ തയ്യാറായാൽ അവനക്ക് മാറാവുന്നതേ ഉള്ളൂ. കഗോലിക്ക നീ പറയുന്ന പോലെ ലെമൈൻ യുങ്കറു മൻഫാഅത്ത തിബ്ബി, വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രയോജനം നിഷേധിക്കുന്നവനോട് ഔ യഷുക്കുഫി, അല്ലെങ്കിൽ അതിൽ സംശയിക്കുന്നവനോട് നീ പറയുന്നു അത്തിബു നാഫിയൻ, വൈദ്യശാസ്ത്രം പ്രയോജനപ്രദമാണ് എന്ന് നീ പറയുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന തിബ്ബ നാഫിയൻ, ഇന്ന തിബ്ബ അല നാഫിയൻ എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ പറയാത്തത് അവനോട് അത്രയും ഒരു എന്താണ് മർക്കടമുഷ്ടിക്കാരനായ ഒരു നിഷേധിയല്ല, സംശയാലുമല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ താക്കീതില്ലാതെ ഒരു നിഷേധിയല്ലാത്ത രൂപത്തിൽ അവനോട് കലാമ് അവതരിപ്പിക്കപ്പെടാൻ കാരണം. ഒമിൻഹ, ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായി കലാമിനെ കൊണ്ടുവരുന്ന അനേകം വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് വദഉൽ മാദി മൗദിഉൽ മുദാരി, മുദാരിൻ്റെ സ്ഥാനത്ത് മാദിയെ പറയുക. മുദാരിയാണ് പറയേണ്ടത്, അതായത് വരും, വരുന്നു എന്ന ഫീലിന് പകരം വന്നു എന്ന ഫീല് പറയുക. ലിഗറദിൻ, അതും ഒരു ലക്ഷ്യം തന്നെ ഉണ്ട് അതിനകത്ത്, വെറുതെ പറയുകയല്ല. തമ്പീഹി, ഉണർത്തുന്നത് പോലെ അല തഹഖുഖുൽ ഹുസൂലി, ഉണ്ടാകുന്നു എന്ന ഉറപ്പ് ബോധ്യപ്പെടുത്തുന്നത് പോലെ. അല തഹഖുൽ ഹുസൂലി, ഉണ്ടാകും എന്ന് ഉറപ്പ് ബോധ്യപ്പെടുത്തുന്നത് പോലെ. നഹു അതാമറുല്ലാഹി ഫലാ തസ്തഅജിലു, അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഫലാ തസ്തഅജിലു, നിങ്ങൾ ധൃതി കാണിക്കരുത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ തീരുമാനം, കൽപ്പന, ഇടപെടൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇതൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയാണ് അത് വന്നു. ദാറ്റ് മീൻസ് യത്തി എന്നാണ് അവിടെ പറയേണ്ടത്, ഇത് വരും, അത്ര ഉറപ്പാണിത്. അതുകൊണ്ട് അതിനെ അത്ത എന്നെന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാറില്ലേ, നമുക്ക് നമ്മുടെ അടുത്തൊരു കാര്യം എന്ത് ചെയ്യുന്നു, ചായയും കടിയും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളടുത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ചോദിച്ചു എങ്ങനെ ചായയും കടിയും ഇത് എത്തിക്കഴിഞ്ഞു, എത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ വഴിയിലായിട്ടുള്ളൂ, പക്ഷെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം നമുക്ക് ഉറപ്പായതുകൊണ്ട് നമ്മൾ ഇതേ എത്തി എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയും. അടുത്ത് അവി തഫാവുലി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു ശുഭലക്ഷണത്തിന് വേണ്ടി. നൗ ഇൻ ഷഫാഖ് അള്ളാഹുൽ യൗം, അള്ളാഹു തആല നിനക്ക് ഇന്ന് സൗഖ്യം നൽകിയാൽ, തദ്ഹബ് മഈ ഗദൻ, നീ എന്നോടൊപ്പം നാളെ പോവുകയില്ലേ, നീ പോരുകയില്ലേ നാളെ. അപ്പോൾ ഇവിടെ ഇൻ യഷ്ഫീഖ് അള്ളാഹു എന്നാണ് പറയേണ്ടത്. അപ്പോൾ നിനക്കൊരു എന്ത് ചെയ്യണം, ക്ഷേമവും അല്ലെങ്കിൽ സൗഖ്യവുമെല്ലാം നിനക്ക് നേരുകയാണ്, അല്ലെങ്കിൽ നിനക്കുണ്ടാകട്ടെ എന്നുള്ള ഒരു ആശംസയാണ്, സൂചനയാണ് ഇതിലൂടെ മാലിയായതിലൂടെ ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. വാക്സുഹു, ഇതിൻ്റെ വിപരീതം, ഐ വദഉൽ മുദാരി മൗദിഅൽ മാലി, മാലിയുടെ സ്ഥാനത്ത് മുദാരിനെ നിശ്ചയിക്കുക. ലിഗറദിൻ, അതിനും ലക്ഷ്യമുണ്ടാവും. മാലിയ പറയേണ്ടത്, പക്ഷേ മുദാരി പറയുന്നു. എന്തായിരിക്കും അത് ഉദ്ദേശം? കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയണത്, പക്ഷേ നടന്നു ഇപ്പോൾ ഇങ്ങനെ ഹാലിൻ്റെ രൂപത്തിലാണ് പറയുക. എന്താ ഇസ്തിഹ്ലാരി സൂറത്തിൽ ഗരീബത്തി, ഒരു കൗതുകം നിറഞ്ഞ ഒരു പിക്ചർ, അത് ഇമാജിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അത് എന്ത് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഫിൽ ഖിയാലി, ഭാവനയിൽ ഒരു കൗതുകം നിറഞ്ഞ ഒരു ചിത്രം, ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു പിക്ചർ നമ്മളുടെ ഭാവനയിൽ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യുക, നടന്നുപോയ സംഭവത്തെ ഇതേ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കും. കൗലി താല, അള്ളാഹുല്ലതി, അള്ളാഹു തല യുർസിലുരിയ, കാറ്റുകളെ അവൻ അള്ളാഹു തല അയക്കുന്നു. കാറ്റുകൾ അയക്കുന്ന അള്ളാഹുവാണ്. ഫതുസീർ, അതിങ്ങനെ ഇളക്കി വിടുന്നു. സഹാബൻ, മേഘങ്ങളെ. ഐ ഫാസാറത്തെ, ഇളക്കി വിട്ടു എന്നാണ് പറയേണ്ടത്. അള്ളാഹു തല ഇവിടെ പറയുന്നത് ഇളക്കി വിടുന്നു. അപ്പോൾ ഒരു ഹാലായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. നമ്മൾ അങ്ങനെയാണല്ലോ, ഇപ്പോൾ ഒരു ലൈവ് ഒരു വാർത്താവതരണം കണ്ടിട്ടില്ലേ, ലൈവായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ.
കഴിഞ്ഞു പോയതാണെങ്കിലോ അത് കഴിഞ്ഞു പോയതാണ് എന്നുള്ള ഒരു രൂപത്തിൽ കാണും. ഇപ്പം ലൈവായിട്ട് നടക്കുന്നതാണെങ്കിൽ ആ നമ്മൾ ഒരു വീഡിയോ തന്നെ ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് നടക്കുന്ന കാര്യം കാണുമ്പോൾ ഒരു കൂടുതൽ ക്യൂരിയോസിറ്റി അതിനകത്തുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ആ മേഘങ്ങളെ ആ കാറ്റ് അതിങ്ങനെ ചലിപ്പിക്കുന്നതും അതിങ്ങനെ ഒരു വളരെ ഭാവാത്മകമായിട്ട് കൊണ്ടുവരുന്നതൊക്കെ അള്ളാഹു താല ഒരു പിക്ചർ പോലെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങനെ മുതാരി കൊണ്ടുവന്നത്. അടുത്തത് വൈഫാദത്തിൽ ഇസ്മറാരി ഒരു തുടർച്ചയെ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ്. ഫിഔഖാത്തിൽ മാലിയ കഴിഞ്ഞ കാലത്ത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു എന്ന ആശയം നൽകാൻ വേണ്ടി. ലൗ യുത്തിഅക്കും പ്രവാചകൻ നിങ്ങളെ തുടർച്ചയായി അനുസരിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഫി കസീരി മിനൽ അംരി ഭൂരിഭാഗം കാര്യങ്ങളിലും ലഅനിത്തും നിങ്ങൾ പ്രയാസപ്പെട്ടു പോയേനെ. ഐ ലൗ ഇസ്തമറ അല ഇത്വാഅതിക്കും നിങ്ങളെ അനുസരിക്കുന്നതിൽ ആ പ്രവാചകൻ നിരന്തരം അങ്ങനെ ആയിരുന്നെങ്കിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മുതാരി കൊണ്ടുവന്നത് ആ അനുസരണം നിത്യമായി നിരന്തരമായി നിങ്ങളുടെ എല്ലാത്തിലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത പ്രവാചകൻ പോയെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ദുരന്തമായി ഭവിച്ചേനെ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതാണ് മാളിയുടെ സ്ഥാനത്ത് മുതാരി പറയുന്നതിൻ്റെ ഉദ്ദേശം. ഒമിൻഹ ഇതിൽപ്പെട്ടതാണ്, അതായത് ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായ കലാമിനെ കൊണ്ടുവരുന്നതിൻ്റെ ആ വിഭാഗത്തിൽപ്പെട്ടാണെന്ന്. വദഉൽ ഖബരി മൗദിഉൽ ഇൻഷാ, ഇൻഷാൻ്റെ സ്ഥാനത്ത് ഖബറിനെ പറയുക. ഇൻഷാൻ്റെ സ്ഥാനം അറിയാലോ, അമ്ർ, നഹിയ്, നിദാ, അല്ലേ, ഇസ്തിഫാം, ഇതെല്ലാം ഇൻഷാ ആണ്. അതിന് സ്ഥാനത്ത് ഖബറിനെ പറയുക. ലിഗറദിൻ, അവിടെ ലക്ഷ്യം ഉണ്ടാവും. തഫാവുലി, ഒന്ന് ശുഭലക്ഷണം. നഹു ഹദാക്കല്ലാ, അല്ലാഹു തആല നിന്നെ നയിക്കട്ടെ സ്വാലിഹിൽ അമാലി, സൽപ്രവർത്തനങ്ങളിലേക്ക്. അപ്പം അമ്രാണ് പറയേണ്ടത്. മാലി പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഒരു ശുഭലക്ഷണം. അല്ലാഹു തആല നിന്നെ അങ്ങനെ നയിച്ചിരിക്കുന്നു, നീ അങ്ങനെ വരണം എന്നുള്ള ഒരു നല്ലൊരു ലക്ഷണത്തിന് വേണ്ടി പറഞ്ഞു. ഇൽഹാർ റഗബത്തി, താല്പര്യം പ്രകടിപ്പിക്കാൻ. നഹു റസഖൻ ഇല്ലാഹു ലിക്കാക, നീ മാല കൂടിക്കാഴ്ച അല്ലാഹു തആല എനിക്ക് നൽകട്ടെ. ചുരുക്കത്തിൽ മാലിയുടെ ദുആയ്ക്ക് വേണ്ടി നമ്മൾ മാലിയുടെ ഇത് ഉപയോഗിക്കാറുണ്ട്, അല്ലേ? നമ്മൾ യർഹമുക്കല്ലാ എന്ന് പറയും, അല്ലേ? അപ്പോൾ ഇതൊക്കെ മാലിയുടെ സീഗയിൽ ദുആ ഉപയോഗിക്കുന്നതെല്ലാം ഈ ഒരു തഫാവുല്, അതുപോലെ ആഗ്രഹം പ്രകടിപ്പിക്കുക, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ്. നീ മേലെ കൂടിക്കാഴ്ച അല്ലാഹു തആല എനിക്ക് നൽകട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ ഒരു ആഗ്രഹം കാരണം പറയുന്നതാണത്. അതുപോലെ എഹ്തറാസി അൻസൂറത്തുൽ അമരി, അമറിൻ്റെ രൂപത്തിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. തഅദ്ദുബൻ, മര്യാദ പാലിച്ചുകൊണ്ട്. അതായത് ഇൻഷാ എന്ന് പറയുമ്പോൾ അമറാണല്ലോ. അപ്പോൾ അമർ പറയുമ്പോൾ ആ പറയുന്ന ആ വ്യക്തിയോട് അമർ പറയാൻ അത്ര യോജിച്ച ആളല്ല, കാരണം അത്രത്തോളം ഉയർന്ന ആളാണ്. വാപ്പയാകാം, ഉസ്താദാകാം. അതുകൊണ്ട് ഒരു ചെറിയ ഖബരിയായ രൂപത്തിൽ അമറിന് മീനിങ് നൽകാൻ ശ്രമിക്കും. നഹുക്കോലിക്ക് തന്നെ പറയുന്ന പോലെ എന്തൊരു മൗലായ, എൻ്റെ യജമാനൻ നോക്കിയിരുന്നെങ്കിൽ ഫി അമരി, എൻ്റെ കാര്യത്തിൽ. ശരിക്കും അമറിൻ്റെതായ ഒരു മീനിങ് ആണ്, പക്ഷെ മുതാരിയായ ഫീലാണ് കൊണ്ടുവന്നത്. കാരണം ഉന്നുർ എന്ന് പറയുമ്പോൾ അത് പറയാനുള്ള ഒരു ആഫിയത്ത് ആർക്കില്ല? ഈ പറയുന്ന അടിമയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ആ പേജ് അവസാനിച്ചു. ചുരുക്കത്തിൽ ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായി കലാമിനെ കൊണ്ടുവരുന്ന രൂപങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം ഇൽമുൽ മആനിയുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗത്തിൽപ്പെട്ടത് ആണ്. അടുത്ത വാക്സുഹു, അതിൻ്റെ നേരെ വിപരീതം. ഐ വദഉൽ ഇൻഷായി മൗദിഉൽ ഖബരി, ഖബറിൻ്റെ സ്ഥാനത്ത് ഇൻഷായിനെ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഷായിൻ്റെ സ്ഥാനത്ത് ഖബറിനെ ഉപയോഗിക്കുന്നതാണ്. നേരെ തിരിച്ചുപയോഗിക്കുന്നത് ലിഗറദിൻ, അതിനും ചില ലക്ഷ്യങ്ങളുണ്ടാവും. ഇൽഹാറിൽ ഇനായത്ത് ബിഷൈ, ഒരു കാര്യത്തെ കൂടുതൽ പരിഗണിക്കുന്നതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടി. ഖുൽ അമറ റബ്ബി, എൻ്റെ രക്ഷിതാവ് കൽപ്പിച്ചു എന്ന് പറയുക നബിയെ, ബിൽ ഖിസ്തി, നീതി പാലിക്കാൻ. വഅഖീമു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ തിരിക്കുക. എൻ്റെ കുല്യ മസ്ജിദിൻ, ഓരോ പള്ളികളിലും ഓരോ നമസ്കാര സന്ദർഭത്തിലും. ശരിക്കും അവിടെ ഖുൽ അമർ റബ്ബി ബിൽ ഖിസ്തി വൈഖാമത്തിൽ വുജൂഹി എന്നാണ് പറയേണ്ടത്. അവലം യഖുൽ വൈഖാമത്തി വുജൂഹിക്കുമെന്ന് പറഞ്ഞില്ല, മറിച്ച് വഅഖീമു വുജൂഹക്കും എന്ന് അവിടെ ഇൻഷായിൻ്റെ അമറിൻ്റെ രൂപത്തിൽ പറഞ്ഞു. ഇനായത്തൻ ബി അംരി സ്വലാത്തി, നമസ്കാരത്തിൻ്റെ കാര്യത്തെ കൂടുതൽ ഗൗരവപൂർണമായി അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനായത്ത് എന്ന് വെച്ചാൽ പരിഗണിക്കുക. അപ്പോൾ വത്തഹാഷി, അതുപോലെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അൻ മുവാസാത്തിൽ ലാഹിഖി ബിസാബിഖി, അൻ മുവാസാത്തിൽ ലാഹിഖി, ശേഷം വന്നത് തുല്യമാണ് എന്ന
ബോധത്തിൽ നിന്നും സൂക്ഷിക്കാൻ വേണ്ടിയാണ് ബിസാബിഖ് മുൻപ് കഴിഞ്ഞു പോയതിനോട്, ശേഷം വന്നത് മുമ്പ് കഴിഞ്ഞു പോയതിനോട് തത്തുല്യമായ ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ഒരു സംഗതിയാണ് എന്ന ഒരു തോന്നലിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ. അതായത് വാക്കീമു വുജൂഹക്കും എന്ന് പറയുന്നിടത്ത് വൈഖാമത്തി വുജൂഹിക്കും എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കാര്യം കൊണ്ട് അല്ലാഹു തആല കൽപ്പിച്ചു, നീതിയും നമസ്കാര നിർവഹണം. അപ്പം അങ്ങനെ പറഞ്ഞാൽ പോരാ, നമസ്കാരം നിർവഹിക്കുന്നതിനെ വളരെ ഗൗരവമായിട്ട് അവതരിപ്പിക്കേണ്ടതുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതിൻ്റെ ആ ഒരു ചാനൽ മാറ്റിപ്പിടിച്ചത് എന്ന് അർത്ഥം. നഹ്വു വേറെയും ആയത്ത് ഉദാഹരണമുണ്ട് ഇതിന്. ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ, അല്ലാഹു തആല പറഞ്ഞു ഇന്നി ഉഷ്ഹിദുല്ലാഹ, നബിതങ്ങൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു. വഷ്ഹദു, നിങ്ങളും സാക്ഷ്യം നിൽക്കണം. അന്നി ബരീഉ മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ മുക്തനാണ് എന്ന്. അപ്പം ലം യഖുൽ വ ഉഷ്ഹിദുക്കും എന്ന് പറഞ്ഞില്ല, അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു നിങ്ങളെയും സാക്ഷി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ എന്ത് ചെയ്തു, അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു എന്ന് ഖബരിയായിട്ട് പറഞ്ഞിട്ട് വഷ്ഹദു എന്ന് അവിടെ ഇൻഷായി ആയിട്ട് പറഞ്ഞത് തഹാഷിയൻ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അൻ മുവാസാത്തി ഷഹാദത്തിഹിം, അവരുടെ അതായത് സൃഷ്ടികളുടെ ആ സാക്ഷ്യം അത് തുല്യമാണ് ബി ഷഹാദത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ഷഹാദത്തുമായിട്ട് തുല്യമാണ് എന്ന ഒരു സാധ്യതയിൽ നിന്ന് അല്ലെങ്കിൽ തോന്നലിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവിൽ നിന്ന് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നി ഉഷ്ഹിദുല്ലാഹ വ ഉഷ്ഹിദുക്കും എന്ന് പറയുമ്പോൾ അതൊരു നിങ്ങളുടെയും അള്ളാഹുവിൻ്റെയും സാക്ഷിത്വം ഒരുപോലെ ഒരൊറ്റ ഫ്ലുവൻസിയിൽ വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നി ഉഷ്ഹിദുല്ലാഹ എന്ന് ഇൻഷാ ഖബരിയിൽ വന്നിട്ട് വഷ്ഹദു എന്ന ഒറ്റയടിക്ക് ചാനൽ അങ്ങോട്ട് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രാധാന്യം, അത് രണ്ട് തട്ടാണ്, ഒന്നല്ല എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ വരിക തന്നെ ചെയ്യും. പിന്നെ തസ്ബിയത്തി, അപ്പോൾ ഒന്ന് ആ കാര്യത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തതാണ് കേട്ടോ ഇപ്പം നമ്മൾ പറഞ്ഞ വത്തഹാഷി അൻ മുവാസാത്തില്ലാഹിഖ് ബിസാബിഖ് രണ്ടാമത്താണ്. അതായത് 3 പ്രയോജനങ്ങളാണ് ഇൻഷായിൻ്റെ ഖബറിൻ്റെ സ്ഥാനത്ത് ഇൻഷാ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ആ കാര്യത്തെ കൂടുതൽ ഗൗനിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒന്ന്. 2, ഈ പുറകിൽ വന്നതും മുമ്പിൽ വന്നതും രണ്ടും ഒന്നാണെന്നുള്ള ഒരു ധാരണ അത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ഒന്ന് തിരുത്താൻ വേണ്ടിയാണ്. മൂന്നാമത്തേത് തസ്വിയത്തി, ഒന്ന് വളരെ തുല്യമായി കാണിക്കാൻ വേണ്ടി. അൻഫിഖു, നിങ്ങൾ ചെലവഴിക്കുക, തവഅൻ ഔ കർഹൻ, സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിത രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. ലൈ യുതഖബ്ബല മിൻകും, നിങ്ങളൊന്നും അത് സ്വീകരിക്കപ്പെടുക ഇല്ല തന്നെ. അപ്പോൾ അവിടെ എങ്ങനെ ചെലവഴിച്ചാലും സ്വീകരിക്കൂല എന്ന ആ ഒരു തത്തുല്യമായി അതിനെ ആക്കാൻ വേണ്ടിയാണ് അൻഫിഖു തവഅൻ ഔ കർഹൻ ലൻ യുതഖബ്ബല മിൻകും എന്ന്. അതായത് അവിടെ ഖബറിൻ്റെ സ്ഥാനത്ത് ഇൻഷാ ഉപയോഗിച്ചത്. അതായത് തുൻഫിഖൂന തവഅൻ ഔ കർഹൻ എന്നാണ് പറയേണ്ടത്. ഇതാ അൻഫഖത്തും എന്നാണ് പറയേണ്ടത്. ഇതാ അൻഫഖത്തും, നിങ്ങൾ ചെലവഴിച്ചാൽ, തവഅൻ ഔ കർഹൻ നിങ്ങൾ ചെലവഴിച്ചാൽ ലൻ യുതഖബ്ബല മിൻകും. അപ്പോൾ ഇതാ അൻഫഖത്തും എന്ന് പറയുന്ന സ്ഥലത്ത് അൻഫിഖു എന്ന് പറഞ്ഞത് അവിടെ ഇൻഷാ പറയാൻ കാരണം എങ്ങനെ ചെലവഴിച്ചിട്ടും കാര്യമില്ല, സ്വീകാര്യത ഉണ്ടാവില്ല എന്ന ഒരു തത്തുല്യമാക്കാനുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ രീതിയാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ചുരുക്കത്തിൽ ഖബറിൻ്റെ സ്ഥാനത്ത് ഇൻഷാ വരുന്നതിന് ഈ 3 പ്രയോജനങ്ങളാണ് ഉള്ളത്. അടുത്തത് മിൻഹ, ഈ ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായി കലാമിനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു വകുപ്പാണ്, ഒരു രീതിയാണ് അൽ ഇദ്മാറു ഫി മഖാമിൽ ഇൽഹാരി, ലാഹിറായ ഇസ്മു പറയേണ്ട സ്ഥലത്ത് ലമീറിനെ കൊണ്ടുവരിക. ലിഗറദിൻ, അവിടെയും ലക്ഷ്യമുണ്ടാവും. ഗദ്യായി അന്ന മർജി അൽ ലമീരി, ലമീർ ഗദ്യായി വാദിക്കുന്നത് പോലെ അന്നത് മർജി അൽ ലമീരി, ലമീറിൻ്റെ മർജി ഉണ്ടല്ലോ, ലമീർ മടങ്ങണമല്ലോ എങ്ങോട്ടേലും, അത് ദായിമുൽ ഹുദൂരി ഫി ദിഹിനി, ദിഹിനിൽ എപ്പോഴും ഹാജരാണ് എന്ന് വാദിക്കുന്നത് പോലെയാണ് അവിടെ ലാഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് ലമീറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ലാഹിറായ ഇസ്മിന് പറയേണ്ടടുത്ത് ലമീർ പറയുന്നത്, അത് ഈ പറഞ്ഞതുപോലെ ലമീറിനെ മറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അബത്തിൽ വിസ്വാല മഖാഫത്ത് റുഖബായി, അവൾ വിസമ്മതിച്ചു, അതായത് കാമുകി വിസമ്മതിച്ചു, അൽ വിസ്വാല
പരസ്പരം ചേരുന്നതിന് അഥവാ സ്നേഹത്തിൻ്റെ ആ ഒരു പാശത്തിൽ പരസ്പരം ചേരുന്നതിന് അവൾ വിസമ്മതിച്ചു. മഹാഫത്ത് റുഖബായി നിരീക്ഷകന്മാരെ ഭയന്നുകൊണ്ട് അഥവാ പപ്പരാസികളെ ഭയന്നുകൊണ്ട് അവൾ സ്നേഹത്തിൻ്റെ ആ ഒരു ചരട് മുറുകെ പിടിക്കാൻ വിസമ്മതിച്ചു. അത്തത്ക അവൾ നിൻ്റെ അടുക്കൽ വന്നു തഹത്ത മദാരി അൽമായി ഇരുളിൻ്റെ പ്രതിരോധ വലയങ്ങൾക്കെല്ലാം അടിയിലൂടെ. തഹത്ത മദാരി മിദ്റായിൻ്റെ ജമ മദാരി ഇരുളിൻ്റെ പ്രതിരോധ വലയങ്ങൾക്ക് കീഴെ അവൾ നിൻ്റെ അടുക്കൽ വന്നു. എന്നുവെച്ചാൽ ഇരുട്ടിനെ മറപിടിച്ച് അവൾ വന്നു എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ അവൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആരാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഷായർ പറയുന്നത് എന്താണ്, അൽ ഫായിലു ലമീറുൻ, ഇവിടെ ഫായിൽ ലമീറാണ്. ലം യതഖദ്ദം ലഹു മർജിഉൻ, ഒരു മർജിയും അതിനു മുമ്പ് കടന്നു പോയിട്ടില്ല. അപ്പം ഫമുഖ്തൽ ലാഹിരി, ബാഹ്യമായ താല്പര്യം അൽ ഇൽഹാറു, ഇവിടെ ആ പെണ്ണിൻ്റെ പേര് വ്യക്തമാക്കണം എന്നുള്ളതാണ്. അപ്പം ഷായർ പറയുന്നത് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല, കാരണം എപ്പോഴും എൻ്റെ മനസ്സിൽ കുടിയിരുത്തപ്പെട്ടവളാണ് അവൾ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ലാഹിറായ ഇസ്മ ഇനിയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അതൊരു ആവർത്തന വിരസതയാണ് എന്ന രൂപത്തിലാണ് ഷായർ അതിനെ വാദിക്കുന്നത്. അടുത്ത തംകീനി എന്തിനു വേണ്ടിയായിരിക്കും? ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ. രണ്ട് തംകീനി മാ ബഅദ് ലമീരി, ലമീറിന് ശേഷമുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഫി നഫ്സി സാമി, ശ്രോതാവിൻ്റെ മനസ്സിൽ. ലി തഷവുഖിഹി ഇലൈഹി അവ്വലൻ, ആദ്യം എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ട്. ലി തഷവുഖിഹി, സാമിഅ ആഗ്രഹിക്കുന്നതിന് വേണ്ടി, ഇലൈഹി അതിലേക്ക്, അവ്വലൻ ആദ്യമേ തന്നെ സാമിഅന് അതിലേക്കൊരു ആഗ്രഹം വരാൻ വേണ്ടി സാമിൻ്റെ മനസ്സിൽ ഈ ലമീറിന് ശേഷമുള്ള കാര്യം എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് അരക്കിട്ട് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടാവും. അതായത് ലാഹിറിൻ്റെ സ്ഥലത്ത് ലമീർ വരുമ്പോൾ, അതായത് ഹിയൻ നഫ്സു, അത് ഒരു മനസ്സാണ്. മാ ഹമ്മൽതഹ, നീ ആ മനസ്സിന് എന്താണ് വഹിപ്പിക്കുമ്പോഴെല്ലാം തതഹമ്മലു, അത് ഏറ്റെടുക്കുന്നതാണ്. ആ മനുഷ്യൻ്റെ മനസ്സൊരു അത്ഭുത എന്താണ് ഒരു സങ്കേതമാണ്. നീ എത്രത്തോളം അതിന് എന്ത് ചെയ്യുക, വഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ എന്ത് ചെയ്യുക, ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകുമ്പോൾ അത്രത്തോളം അത് ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹിയ നഫ്സു എന്ന് പറയുമ്പോൾ ഹിയ ശരിക്കും അവിടെ ലമീർ മർജി ഒന്നുമില്ല. അപ്പോൾ അന്നഫ്സു എന്ന്, അപ്പോൾ ഹിയ അതെന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അപ്പോൾ അത് കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതല്ല തഷവുഖി ഇലൈഹി അവ്വലൻ എന്ന് പറഞ്ഞത്, അതായത് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടാവും. അതെന്ന് പറയുമ്പോൾ ഏതാ, അപ്പോൾ കേട്ടിരിക്കാനുള്ള ആഗ്രഹം കാരണം. അപ്പോൾ അന്നഫ്സു എന്ന് പറയുമ്പോൾ ആ നഫ്സ് എന്ത് ചെയ്യും, ആ മനസ്സിലേക്ക് ആഴത്തിൽ പതിയും. നമുക്ക് ഖുർആനിൽ തന്നെ എടുക്കാം. ഖുൽ ഹുവ അല്ലാഹു അഹദ്, ഹുവ അവൻ, അല്ലെങ്കിൽ ആ കാര്യം, അള്ളാഹു അഹദ്, അള്ളാഹു അഹദ് എന്നുള്ളതാണ് ആ മഹാസംഭവം എന്ന് പറയുകയാണ്. ഹുവ എന്ന് പറയുമ്പോൾ ആരാന്നില്ല, അവനേ ഉള്ളൂ, അത് അല്ലെങ്കിൽ ആ കാര്യം, ആ യാഥാർത്ഥ്യം, ആ വസ്തുത, ആ മഹാസംഭവം. അപ്പം എന്താണെന്നൊരു ക്യൂരിയോസിറ്റി വരും. അപ്പോൾ അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ആഴത്തിൽ പതിയും. അപ്പോൾ അതാണ് പറഞ്ഞത്, നിഅമ തിൽമീദൻ അൽ മുഅദ്ദബു, ഇങ്ങനെയും പറയുന്നുണ്ടല്ലോ ഫീൽ മദ്ഹിൽ. നിഅമ തിൽമീദൻ, വിദ്യാർത്ഥികളുടെ ആ ഒരു വിഭാഗം എത്രയോ നല്ലവരാണ്. അപ്പോൾ പെട്ടെന്ന് ശിഷ്യന്മാരുടെ, വിദ്യാർത്ഥികളുടെ, അപ്പോൾ ഒരു ആരാണെന്നുള്ളൊരു ഇത് വരും. അപ്പോൾ അൽ മുഅദ്ദബു അഥവാ സംസ്കാരം സിദ്ധിച്ച വിദ്യാർത്ഥികൾ, അഥവാ സംസ്കാര സമ്പന്നനായ വിദ്യാർത്ഥി എത്രയോ നല്ലവനാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ആദ്യമേ അതിനകത്ത് ലമീറിൻ്റെ ലമീർ പറയുമ്പോൾ അവിടെ ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ ഉണ്ടാകുന്നു. എന്നിട്ട് അതിന് ശേഷമുള്ളത് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്നു. വാക്സുഹു നേരെ തിരിച്ച് ഐ ഇൽഹാറു ഫി മഖാമിൽ ഇൽമാരി, ലമീറിൻ്റെ സ്ഥാനത്ത് ലാഹിറായ ഇസ്മു പറയുക. ലമീർ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ അവിടെ ലാഹിറായ ഇസ്മു പറയുക. അപ്പോൾ അഗ്റലിൻ അവരുടെ ലക്ഷ്യമുണ്ട്. തഖ്വിയതി ദാഇൽ ഇംതിസാലി, അനുസരിക്കാനുള്ള ഒരു പ്രേരക ഘടകം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. കഹോലിക്കലി അബദിക, നിൻ്റെ അടിമയോട് നീ പറയുന്നു, സയ്യിദുക യഅ്മുറുക ബികദ, നിൻ്റെ യജമാനൻ നിന്നോട് ഇപ്രകാരം കൽപ്പിക്കുന്നു. അപ്പോൾ നിൻ്റെ യജമാനൻ നിന്നോട് കൽപ്പിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരിക്കും ലമീർ മതിയായിരുന്നു. സയ്യിദ് യഅ്മുറുകാന്നോ അല്ലെങ്കിൽ യഅ്മുറു സയ്യിദുക്കാന്നോ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നു. ഇവിടെ വീണ്ടും ഇൽഹാറാക്കി
സയ്യിദുക്ക യമുറുക്ക എന്നൊക്കെ പറഞ്ഞത് യമുറുക്ക ബികഥാന്ന് മതിയായിരുന്നു, സയ്യിദ് വേണമെന്നില്ലായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ സയ്യിദ് എന്ന് പറഞ്ഞപ്പോൾ ഇനി നീ ഒരു നിലയിലും നിനക്ക് പിന്മാറാനുള്ള ഒഴിയാനുള്ള ഒരു ചാൻസ് ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അമിൻഹ ഈ എന്താണ് ബാഹ്യ താല്പര്യത്തിന് വിരുദ്ധമായി കലാമിനെ അവതരിപ്പിക്കുന്നതിൻ്റെ വിഭാഗത്തിൽപ്പെട്ടാണ് ഇൽത്തിഫാത്ത് ഓ നഖുൽ കലാമി, കലാമിനെ എന്ത് ചെയ്യുക നീക്കലാണ് മിൻ ഹാലത്തി തക്കല്ലുമി അവിൽ ഖിതാബി അവിൽ ഗൈബത്തി ഇല ഹാലത്തിന് ഉഹ്റാമിൻ ധാലിക്ക. തക്കല്ലുമ്, ഖിതാബ്, ഗൈബത്ത്, അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്നതിനാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക. അതായത് ഇപ്പോൾ തക്കല്ലുമ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക ഗീർ മാറ്റിയിട്ട് ഖിതാബിലേക്ക് പോവുക, ഖിതാബ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, പെട്ടെന്ന് ഗീർ മാറ്റിയിട്ട് ഗൈബത്തിലേക്ക് പോവുക. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നത്. ഒമ ഫത് നഖലുമിന തക്കല്ലുമില ഖിതാബി, തക്കല്ലുമിന്ന് ഖിതാബിലേക്ക് നീങ്ങുന്നത് എങ്ങനെയാണ്. നഹു ഒമാലിയ, എനിക്ക് എന്ത് പറ്റിയില്ല, അബുദു, ഞാൻ ആരാധിക്കാതിരിക്കുന്നത് എന്തിനാണ്, അല്ലദീ ഫത്തറനി, എന്നെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ, വൈലേഹി തുർജഊൻ, അവനിലേക്കല്ലേ നിങ്ങളെല്ലാം മടക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് എനിക്കെന്ത് പറ്റി എന്ന് പറഞ്ഞ തക്കല്ലുമാണ് ആദ്യം പറഞ്ഞത്. ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്താണ് സംഭവിച്ചത്, എന്നിട്ട് ഇതേ ഖിതാബിലേക്ക് പോകണു, നിങ്ങളെ മടക്കപ്പെടും. വൈലേഹി ഉർജഊ എന്നാണ് പറയേണ്ടത്, ഐ ഉർജഊ. അപ്പോൾ അത് ഒരു എന്താണ് ഒരു കൂടുതൽ ഉണർവുണ്ടാക്കുന്നതിന് വേണ്ടി ഇൽത്തിഫാത്ത് നടത്താറുണ്ട് കലാമിൽ. അതായത് ഒരു ഒരു ഒഴുക്കി തന്നെ ഇങ്ങനെ തക്കല്ലുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് പോയാൽ പെട്ടെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യുക അതിനകത്തൊരു ആലസ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു എന്താണ് ആ ഒരു തക്കല്ലുമിൻ്റെ ഖിതാബിലേക്ക് അടുത്ത് നോക്കിയ ഒമിനെ തക്കല്ലുമിലൽ ഗൈബത്തി, ഫസ്റ്റ് പേഴ്സണിൽ നിന്ന് തേർഡ് പേഴ്സണിലേക്ക് പോകുന്നു. നൗ ഇന്ന ആത്തേനാക്ക കൗസർ, നാം താങ്കൾക്ക് കൗസർ എന്ന ജലാശയം ഹൗല് നൽകി. ഫസല്ലി, നീ നമസ്കരിക്കൽ റബ്ബിക്കാൻ നിൻ്റെ നാഥന് മുന്നിൽ, വൻഹർ, നീ അറുത്തു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അവിടെ നാം നിനക്ക് നൽകി എന്നാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, തകല്ലുമാണ്, നാം നൽകി എന്നാണ്. എന്നിട്ട് ഗൈബത്തിലേക്ക് പോയി. ഫസല്ലി ലി റബ്ബിക്ക വൻഹർ, എന്ത് ചെയ്യരുത്, നീ നമസ്കരിക്കുക നിൻ്റെ രക്ഷിതാവിന് വേണ്ടി. നാം എന്ന് പറഞ്ഞാൽ എനിക്ക് നമസ്കരിക്കാനാണ് പറയേണ്ടത്. അപ്പോൾ ഫസല്ലി ലീ എന്ന് പറയേണ്ടതിന് പകരം ലി റബ്ബിക്ക. അപ്പോൾ ഗൈബത്ത് ലി റബ്ബിക്ക എന്ന് പറഞ്ഞാൽ ലാഹിറായ ഇസ്മിനവിടെ കൊണ്ടുവന്നു, അത് ഗൈബത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പം ഫസല്ലി ലീ എന്ന് പറയുന്നിടത്ത് ഫസല്ലി റബ്ബിക്ക എന്ന് തേർഡ് പേഴ്സണായിട്ട് പറഞ്ഞു. അവന് ഖിതാബിയിലെ തക്കല്ലുമി, അതുപോലെ ഖിതാബിൻ തക്കല്ലുമിലേക്കും പോകും, അതായത് സെക്കൻഡ് പേഴ്സണിൽ നിന്ന് ഫസ്റ്റ് പേഴ്സണിലേക്ക്. ഓലി ഷായിരി, ആ തത്ലുബു, നീ തേടുകയാണോ, വസ്ല റബ്ബാത്തിൽ ജമാലി, എന്താണ് അഴകിനെ പരിപോഷിപ്പിക്കുന്നവരോട് ചേരുവാൻ നീ ആഗ്രഹിക്കുന്നു. അഴകിനെ പരിപോഷിപ്പിക്കുന്ന എന്താണ് സഹോദരിമാരുമായി ചേരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ. വഖദ് സഖത്തൽ മഷീബു, നര വീണിരിക്കുകയാണല്ലോ, അലാ ഖദാലി, എന്താണ് എൻ്റെ പുരികത്തിൽ നര വീണിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ ഖിതാബിൻ തകല്ലുമിലേക്ക് നീ തേടുന്നോ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിൻ്റെ പുരികത്തിൽ നര വീണെന്നാണ് പറയണ്ടേ. അവിടെ അതിന് പകരം അലാ ഖദാലിക്കായ്ക്ക് പകരം അലാ ഖദാലി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. തക്കല്ലുമിന്ന് ഖിതാബിലേക്കും തക്കല്ലുമിന്ന് ഗൈബത്തിലേക്കും ഖിതാബിന്ന് തക്കല്ലുമിലേക്കും ഇങ്ങനെ ഈ നഖല് കലാം ഇൽത്തിഫാത്തിൻ്റെ ഈ ഒരു എന്താണ് രീതി അറബി കലാമിൽ അത് ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമാണ്. പക്ഷേ അത് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഒരു കലാമിനെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. അമിൻഹാദിൽപ്പെട്ടാണ് തജാഹുലുൽ ആരിഫി, ഈ ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായ കലാമിനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു താല്പര്യമാണ്, ഒരു ലോജിക്കാണ്. ആരിഫിൻ്റെ മനസ്സിലാക്കിയ ഒരാളുടെ അജ്ഞത അടിക്കൽ എന്ന് പറഞ്ഞാൽ വഹുവ, അത് സൗഖുൽ മാലൂമി മസാഖ ഗൈരിഹി, അല്ലേ, അറിയപ്പെട്ട ഒരു കാര്യത്തെ അല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ലിഗറദിൻ, എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും അവിടെ. അതായത് അറിയുന്ന ഒരാൾ അറിവില്ലായ്മ നടിക്കുക, കത്തൗബിഹ, ചിലപ്പോൾ ആക്ഷേപിക്കാൻ വേണ്ടിയായിരിക്കും. നഹു അയാ ഷജറൽ ഖാബൂരി, ഷജറൽ ഖാബൂറെ, ഖാബൂർ എന്ന വൃക്ഷമേ, മാലക്ക മൂരിക്ക, എന്താണ് നീ ഇങ്ങനെ അല്ലേ ഇലയെല്ലാം
തഴച്ച് വളരുന്നതായി കാണുന്നു. കാന്ന കലം തജ്സ അല ഇബ്നി ത്വരീഫ്. ഇബ്നി ത്വരീഫ് എന്ന് പറയുന്ന അതായത് ഇബ്നി ത്വരീഫിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഇബ്നു ത്വരീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വലീദ് എന്ന് പറയുന്ന വലീദ് ഇബ്നു ത്വരീഫാണ്. ആ വലീദിൻ്റെ വിഷയത്തിൽ നിനക്കൊരു വിഷമവും ഇല്ലാത്തതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു വൃക്ഷത്തോട് അല്ലേ അവിടെ ചോദിക്കുകയാണ്, നിനക്കെന്താ ഇബ്നു ത്വരീഫിൻ്റെ നിര്യാണത്തിൽ നിനക്ക് അനുശോചനമൊന്നും രേഖപ്പെടുത്താനില്ലേ? ഇലയൊക്കെ ഇങ്ങനെ പൊഴിച്ച് അനുശോചനം രേഖപ്പെടുത്തേണ്ടതല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു മാലൂമായ സംഗതിയെ ഇവിടെ ഇല പൊഴിച്ചത് എന്താ ഇവിടെ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇബ്നു ത്വരീഫിൻ്റെ വിയോഗം നീ അറിയാതെ പോയതാണോ എന്നുള്ള തൗബീഖിൻ്റെ ഒരു ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അറിയാം ഇല സമൃദ്ധമായി നിൽക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവിടെ അജ്ഞത അടിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ ഇലയെല്ലാം സമൃദ്ധമായി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അപ്പോൾ ഇവിടെ വൃക്ഷത്തിനോട് ചോദിക്കുന്നതും അതെല്ലാം ഈ പറയപ്പെട്ടതുപോലെ വൃക്ഷത്തിനോട് അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കുന്നത് അതിൻ്റെതായ ഒരു സാഹിത്യ രീതിയാണ്. എന്നുവെച്ചാൽ ഒരാക്ഷേപാർഹമായ ആക്ഷേപം ചൊരിയുന്ന രൂപത്തിലുള്ള സംസാരമാണ്. വമിൻഹ ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായ കലാമിനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു വിഭാഗമാണ് ഉസ്ലൂബുൽ ഹക്കീമി, യുക്തിമാനായ ഒരാളുടെ ശൈലി. യുക്തിമാനായ ഒരാളുടെ ശൈലി അതിൽപ്പെട്ടാണ്. വഹു അത് തലക്കിൽ മുഖാത്തിബി എന്താണ്? മുഖാത്തബിനെ ഫേസ് ചെയ്യലാണ്. ബിഗൈരിമായ തറക്കബുഹു എന്ത് അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, മുഖാത്തബിനെ അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവനെ എന്ത് ചെയ്യലാണ്? അഭിമുഖീകരിക്കലാണ്. സായിലി അല്ലെങ്കിൽ സായിലിനെ അഭിമുഖീകരിക്കുക. ബിഗൈരിമായ യത്തുലുബുഹു അവൻ ആവശ്യപ്പെടുന്നതിന് വിരുദ്ധമായ രൂപത്തിൽ അവനെ ഫേസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖാത്തബ് അവൻ അപ്രതീക്ഷിതമായ രൂപത്തിൽ അവനെ ഫേസ് ചെയ്യുക. അവനൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും നമ്മളിൽ നിന്ന്, അതിന് വിരുദ്ധമായ രൂപത്തിൽ അവനെ ഫേസ് ചെയ്യുക. 2, ചോദ്യകർത്താവ് നമ്മുടെ അടുത്ത് ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു, മറുപടി അവൻ എന്താണോ ചോദിച്ചത് അതിന് വിരുദ്ധമായ മറ്റൊരു മറുപടി കൊടുക്കുക. തൻബീഹൻ ഉണർത്താൻ വേണ്ടി അല അന്നഹുൽ ഔല ബിൽ ഖസ്ദി, അതാണ് ഇവിടെ ഉദ്ദേശിക്കാൻ ഏറ്റവും ഉചിതമായത്. എന്ന് പറഞ്ഞാൽ ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ മറുപടി മറ്റൊന്ന് കൊടുത്താൽ നിൻ്റെ ചോദ്യത്തിന് ഞാൻ നൽകിയ മറ്റു മറുപടിയാണ് ഏറ്റവും ഉചിതം നിനക്ക്. നീ ചോദിച്ച ചോദ്യത്തിൻ്റെ ഡയറക്റ്റ് മറുപടി അത് നിനക്ക് അത്ര ഉചിതമല്ല. ഞാൻ തന്ന സെക്കൻഡ് മറുപടി അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ മുഖാത്തബ് പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മളിൽ നിന്നും അതല്ലാത്ത മറ്റൊന്നുകൊണ്ട് അവനെ ഫേസ് ചെയ്യുന്നത്. അതായത് അവൻ പ്രതീക്ഷിച്ചിരിക്കുന്നതല്ല അവൻ ഉചിതമായത്. അവൻ പ്രതീക്ഷിച്ചിരിക്കാത്ത, നയിച്ചിരിക്കാത്ത നമ്മൾ അവന് നൽകിയ ആ ഒരു തോട്ട്, അതാണ് അവൻ ഏറ്റവും ഉചിതമായതെന്ന് കാണിക്കുക. രണ്ടിനും ഉദാഹരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫലപോലെ ഒന്നാമത്തെ യക്കൂന് ബി ഹംലിൽ കലാമി, ഒന്നാമത്തെ പറഞ്ഞാൽ എന്താണ്? മുഖാത്തബിന് അവന് നനച്ചിരിക്കാത്ത രൂപത്തിൽ അവനെ ഫേസ് ചെയ്യുക, ഇതാണ് ഒന്നാമത്. യക്കൂനതാവും ഉണ്ടാകും ബി ഹംലിൽ കലാമി, കലാമിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അലാ ഖിലാഫി മുറാദി ഖായിലിഹി, പറഞ്ഞ ആളുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി. പറഞ്ഞ ആൾ കലാമിന് ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അതിന് വിരുദ്ധമായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും. ഖൗലിൽ ഖബഅസറ അലിൽ ഹജ്ജാജി, ഖബഅസറ ഹജ്ജാജിനോട് പറഞ്ഞതുപോലെ. വഖദ് തവഅദഹു ബി ഖൗലിഹി, ഹജ്ജാജ് തൻ്റെ വാക്കുകൊണ്ട് ഖബഅസറയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ലഹ്മിലന്നക അലൽ അദ്ഹമി, ഞാൻ നിന്നെ ഇരുമ്പിൽ കയറ്റും മോനെ എന്ന് പറഞ്ഞു, തൂക്കിലേറ്റുന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖബഅസറ മിസ്ലുൽ അമീരി, അമീറിനെ പോലുള്ള ആളുകൾ യഹ്മിലു അലൽ അദ്ഹമി വൽ അഷ്ഹബി, അമീറിനെ പോലുള്ളവരൊക്കെ അദ്ഹമിലും അഷ്ഹബിലും ഒക്കെ അവർ എന്ത് ചെയ്യുന്നതാണ്? കയറ്റുന്നതാണ്. അതായത് ഇവിടെ അദ്ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കറുത്ത കുതിരയ്ക്കാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹജ്ജാജ് ഉദ്ദേശിച്ച്
അത് ഇരുമ്പ് വളയമാണ്. ഖബാസറ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എന്താണ് കുതിരയാണ്. വലഷഹബ് രണ്ടും കുതിരയാണ് ഉദ്ദേശിക്കുന്നത്, രണ്ടും കുതിരയാണ്. അപ്പോൾ അദ്ദേഹം അഷഹബ്, അതായത് രാജാവ് വെള്ളക്കുതിരയിലും കറുത്ത കുതിരയിലും ഒക്കെ കയറ്റുന്നേ, രാജാവല്ലേ. ഫഖാലുൽ ഹജ്ജാജ്, ഹജ്ജാജ് പറഞ്ഞു അറത്തുൽ ഹദീദ, ഞാൻ ഉദ്ദേശിച്ചത് ഇരുമ്പാണ്. ഫഖാല ഖബാസറ, ഖബാസറ അപ്പോൾ വീണ്ടും വിട്ടുകൊടുത്തില്ല. ലയ്യക്കൂന ഹദീദൻ, ഹദീദാകലാണ് ഖൈറുമിൻ അയ്യക്കൂന ബലീദൻ, ബലീദാകുന്നതിനേക്കാൾ നല്ലത്. ഹദീദ് എന്ന് വെച്ചാൽ ബുദ്ധികൂർമ്മത ഉള്ളതെന്ന് അർത്ഥമുണ്ട്. അപ്പം ഹജ്ജാജ് ഹദീദ് കൊണ്ട് ഇരുമ്പ് ഉദ്ദേശിച്ചു, ഖബാസർ അതുകൊണ്ട് ബുദ്ധികൂർമ്മത ഉള്ളതെന്ന് ഉദ്ദേശിച്ചു. അപ്പം ബുദ്ധികൂർമ്മത ഉള്ളവനായിരിക്കലാണ് വിഡ്ഢി കേൾക്കാൻ നല്ലത്. എന്ന് വെച്ചാൽ ഖബാസറ എന്ത് ചെയ്തു, ഹജ്ജാജിൻ്റെ വാക്കിനെ ബുദ്ധികൂർമ്മതയുള്ള ഒരു കുതിരയാണെന്ന് വ്യാഖ്യാനിച്ചു. അതാ പറഞ്ഞു അറാദ ഹജ്ജാജു, ഹജ്ജാജ് വിചാരിച്ചു ബിൽ അദ്ദേഹമേ, അദ്ദേഹം കൊണ്ട് ഖൈദ, ഇവിടെ വിലങ്ങാണ് ഉദ്ദേശിച്ചത്, വിലങ്ങണിയിച്ചതിനെ ജയിലിലിടുന്ന പറഞ്ഞത്. ഒബിൽ ഹദീദി, ഹദീദ് കൊണ്ട് ഹജ്ജാജ് ഉദ്ദേശിച്ച അൽ മഅദീൻ അൽ മഖ്സൂസ, പ്രത്യേകമായ ആ ഒരു ഇരുമ്പയിലാണ്, ആ ഖനിയാണ് ഉദ്ദേശിച്ചത്. വഹമലഹുമൽ ഖബാസറ, ഖബാസറ രണ്ടിനെയും വ്യാഖ്യാനിച്ചത് അലൽ ഫറസിൽ അദ്ഹമി, കറുത്ത കുതിരയോടാണ് വ്യാഖ്യാനിച്ചത്. അല്ലതി ലീസ ബലീദൻ, എന്താണ് അവിവേകിയല്ലാത്ത നല്ല ചുണക്കുട്ടനായ കുതിരയായിട്ടാണ് അതിനെ വ്യാഖ്യാനിച്ചത്. എന്ന് വെച്ചാൽ ഭീഷണിയെ മനോഹരമായ ഒരു ഒരു വാഗ്ദാനമാക്കി ഖബാസറ അവതരിപ്പിച്ചു. ചുരുക്കത്തിൽ അവസാനം ഹജ്ജാജ് വെറുതെ വിട്ടു എന്നാണ് ചരിത്രം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ അഭിരുചി മനസ്സിലാക്കിയിട്ട് ഇത്രയും വലിയൊരു ഭാഷാപ്പടുവിനെ തൂക്കിലേറ്റുക, ജയിലിൽ പാർപ്പിക്കുക ഹജ്ജാജിന് മനസ്സ് വന്നില്ല എന്ന് ചരിത്രം പറയുന്നു. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. മുഖാത്തബ്, അതായത് ഹജ്ജാജിൻ്റെ ഇവിടെ ഹജ്ജാജ് ഖബാസറോട് പറയുകയാണല്ലോ. അപ്പോൾ ഖബാസറ ഹജ്ജാജിനോട് തിരിച്ച് ഹജ്ജാജ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് ഇവിടെ ഫേസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ വിലങ്ങും ജയിലും ഒന്നും എനിക്ക് വേണ്ട, അതൊന്നും എനിക്ക് ആവശ്യമില്ല, അതൊന്നും എനിക്ക് അനുയോജ്യമല്ല. മറിച്ച് എനിക്ക് വേണ്ടത് നല്ല കുതിര, അതുപോലെ നല്ല ചുണക്കുട്ടനായ കുതിര, അതിൻ്റെ മുകളിൽ കയറ്റി എന്നെ യാത്ര ചെയ്യിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കലാണ് ഈ ഒരു എൻ്റെ ഉദ്ദേശം. രണ്ടാമത്തേത്, ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തെ മറ്റൊരു ലെവലിൽ വ്യാഖ്യാനിച്ച് മറുപടി കൊടുക്കുന്നു. അവർ ഡയറക്റ്റ് ചോദിച്ചെന്താണോ അതിന് മറുപടി കൊടുക്കാതെ മറ്റൊരു മറുപടി കൊടുക്കുന്നു. അവസാനം രണ്ടാമത്തേത്, യക്കൂനുബ് തൻസീൽ സ്വാലി, ഇവ ചോദ്യത്തെ അവതരിപ്പിക്കും മനസ്സിലത്തെ സ്വാലിൻ ആഹറ മുനാസിബിൻ ലിഹാലത്തി സായിരി, ചോദ്യകർത്താവിൻ്റെ സന്ദർഭത്തിനോട് സാഹചര്യത്തിനോട് ഇണങ്ങുന്ന മറ്റൊരു ചോദ്യമായിട്ട് വ്യാഖ്യാനിക്കുവേനെ. കമാഫി ഖൗലി തആല യസ്അലൂന കാനിൽ അഹില്ല, പിറയെപ്പറ്റി അവർ ചോദിക്കും താങ്കളോട്. ഉൽ പറഞ്ഞു കൊടുക്കുക, ഹിയ അത് മവാഖീത്തുൽ ലിന്നാസി വൽ ഹജ്ജ്, ജനങ്ങൾക്ക് സമയം നിർണ്ണയിക്കുന്നതിനുള്ള ഉപാധികളാണ്, ഹജ്ജിൻ്റെ സമയം നിർണ്ണയിക്കാനുള്ള ഉപാധികളുമാണ്. അപ്പോൾ ഇവിടെ സാല ബാലു സഹാബത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് സഹാബാക്കൾ ചിലർ ചോദിച്ചു, മാ ബാലു ഹിലാലി, ഈ പിറയുടെ അവസ്ഥ എന്താ, യബദു ദഖീഖൻ, അതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ എന്ത് ചെയ്യുന്നു, ഉദിക്കുന്നു, സുമയത്തതായത് പിന്നെ അതിങ്ങനെ കൂടിക്കൂടി വരുന്നു, ഹത്താ യസ്ഖിറ ബദർ, അത് പൗർണമിയാവുന്നു, സുമയത്തനാഖസു പിന്നെ ചുരുങ്ങുന്നു, ഹത്താ യഊദ കമാബദ, തുടങ്ങിയതുപോലെ തന്നെ തേങ്ങാപ്പൂൾ പോലെ അത് മടങ്ങുന്നു. ഫജാൽ ജവാബു, അപ്പോൾ മറുപടി വന്നു, അനിൽ ഹിക്മത്തിൽ മുത്തറത്തിബത്തി ആലാദാലിക്ക, ഇതിനോട് അനുബന്ധമായ യുക്തിയാണ് മറുപടിയായിട്ട് വന്നത്. അതായത് ഇപ്പം ചന്ദ്രൻ കുറയുകയും കൂടുകയും ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ശാസ്ത്രീയമായ ടൂൾസുകൾ അവിടെ വ്യക്തമാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്തിനു വേണ്ടിയാണ് ഈ ചന്ദ്രൻ്റെ ഈ ഒരു ആരോഹണാവരോഹണം, എന്തിനു വേണ്ടിയാണ് ഈ ചന്ദ്രൻ കൂടുകയും കുറയുകയും അതിങ്ങനെ അപ്രത്യക്ഷമാവുകയും അമാവാസിയിലും അതുപോലെ പൗർണമിയിലുമൊക്കെയായി ഇങ്ങനെ അതിൻ്റെ ഒരു രൂപമാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹിക്മത്ത് പറയലായിരിക്കും സഹാബാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുക. ശാസ്ത്രീയമായ വശങ്ങൾ പറയണ്ട എന്നല്ല, ആ സമയത്ത് അവർക്ക് പ്രയോജനം അതാണ്. ലിയന്നഹ അഹമുലിസായി, ആ ഹിക്മത്താണ് ആ ചോദ്യകർത്താവിന് ഏറ്റവും സുപ്രധാനമായത്. ഫനുസില സ്വാലും, അവരുടെ ചോദ്യത്തെ അവതരിപ്പിക്കപ്പെട്ടു, അൻസബിൽ ഇഖ്തിലാഫി, ഈ ഈ പിറയുടെ വ്യത്യാസത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അവരുടെ ചോദ്യം, മനസ്സിലത്തെ സ്വാലി അൻ ഹിക്മത്തിഹി, ഈ പിറ വ്യത്യാസത്തിൻ്റെ യുക്തിയുടെ ചോദ്യമായിട്ട് അതിനെ അവതരിപ്പിക്കപ്പെട്ടു. കാരണം യുക്തി മനസ്സിലാക്കലാണ്
അവർക്ക് ഏറെ പ്രയോജനപ്രദമായത് എന്നതുകൊണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പേജ് മൊത്തത്തിൽ പറഞ്ഞത്, അതായത് ഒരു യുക്തിയുടെ ഒരു എന്താണ് ഒരു ഇടപെടലാണിത്. യുക്തിമാനായ വ്യക്തി ചോദിക്കുന്നത്, അപ്പോൾ ഒരു നല്ലൊരു പിതാവ് എന്താ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നവനല്ല നല്ലൊരു പിതാവ്. മക്കൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുത്താൽ നല്ല പിതാവ് എന്നല്ല പറയുക. ചോദിക്കുന്ന ഒന്നും വാങ്ങിച്ചു കൊടുക്കൂല, അതും ഒരു നല്ല പിതാവല്ല. അവർക്ക് ഏറ്റവും അനുയോജ്യമായതെന്തോ അത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല പിതാവായി മാറുക. എന്ന് പറഞ്ഞ പോലെ നല്ലൊരു വർത്തമാനം പറയുന്ന ആളായി മാറുന്നത്, നല്ലൊരു സംസാരിക്കുന്നവൻ, നല്ലൊരു പ്രഭാഷകൻ, നല്ലൊരു എന്താണ് പറയുക, ഒരു ഇടപെടൽ നടത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്. അതായത് ഒരു ചോദ്യകർത്താവ് നമ്മളോട് ഒരു കാര്യം ചോദിച്ചാൽ, ഒരു കൊച്ചുകുട്ടിയായിരിക്കും വന്ന് ചോദിക്കുന്നത്, വിമാനത്തെ പറ്റി ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് വിമാനത്തിൻ്റെ ശാസ്ത്രീയമായതൊക്കെ ചിലപ്പോൾ അവന് വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. അവൻ ചോദിക്കും ചിലപ്പോൾ, ആ വിമാനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ വിമാനം എങ്ങനെയാണ് പറക്കുന്നത് വിശദീകരിച്ച് തരാമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ആ കൊച്ചുകുട്ടിയുടെ ബുദ്ധി അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ആ വിമാനത്തിൻ്റെ അള്ളാഹുവിൻ്റെ കുദ്റത്തിനെ പറ്റി അവനോട് പറയാനായിരിക്കും ഏറ്റവും നല്ലത്. മോനെ, ഈ വിമാനം പറക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ടാണ്, അള്ളാഹു താല മനുഷ്യന് നൽകിയ കഴിവുകൊണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൻ കൊച്ചുകുട്ടി ചോദിച്ചത് ആ വിമാനം പറക്കുന്നതിൻ്റെ അതിൻ്റെ എന്താണ് ഏവിയേഷൻ അല്ലേ, ആ ഒരു വൈമാനിക രഹസ്യമാണ് അവൻ ചോദിച്ചത്. പക്ഷെ അവൻ്റെ കൊച്ചു ബുദ്ധിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ ഹിക്മത്ത് പറഞ്ഞു കൊടുക്കലായിരിക്കും അതിൻ്റെ ഭംഗി. അതുപോലെ അല്ലേ, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞത് ഹജ്ജാജും ഖബാസറയും തമ്മിലുള്ള അതും അങ്ങനെ തന്നെ. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അയാൾ പറഞ്ഞതിനെ നമ്മളുടേതായ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ മറുപടി കൊടുക്കുന്നു. അതാണ് നമുക്ക് ഏറ്റവും ഉചിതം, മനോഹരം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. മിൻഹ തഗ്ലീബു, അതിൽപ്പെട്ടാണ് തഗ്ലീബ്. ഓ തർജീഹ് അഹദി ഷൈഇനി അലൽ ആഖിരി. തഗ്ലീബ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തിൽപ്പെട്ട ഒന്നിനെ മറ്റൊന്നിനേക്കാൾ മുൻഗണന കൊടുക്കുക. ഫീ ഇത്ലാഖി ലഫ്ളിഹി അലൈഹി, അതിൻ്റെ ആ പദം പറയുന്ന വിഷയത്തിൽ. അതിന് തഗ്ലീബുൽ മുദക്കരി അലൽ മുഅന്നസി, മുദക്കറിനെ എന്ത് ചെയ്യുക, തഗ്ലീബ് ഞാൻ എൻ്റെ അർത്ഥത്തിൽ ലയിപ്പിക്കുക എന്നാണ് പറയുക. എന്നുവെച്ചാൽ രണ്ടെണ്ണം ഉണ്ട്, മുദക്കറുണ്ട് മുഅന്നസും ഉണ്ട്. അപ്പം മുദക്കറിൻ്റെ പദം കൊണ്ട് മുഅന്നസിനെ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയുക. ഇപ്പോൾ അബൂബക്കർ, ഉമർ രണ്ടുപേരുണ്ട്. ആദ്യത്തെ രണ്ട് ഖലീഫ ഉമറൈനി എന്ന് പറയും ചിലപ്പോൾ, രണ്ടുപേരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉമറൈനി. ഉമറൈനി എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഉമറിൽ അബൂബക്കറിനെയും കൂടെ അവിടെ ഉൾപ്പെടുത്തിയതാണ് തഗ്ലീബ് എന്ന് പറയുക. മുദക്കറും മുഅന്നസും, മുദക്കർ പറയും മുഅന്നസിനെ അതിനകത്ത് ഉൾപ്പെടുത്തും, ചിലപ്പോൾ മുഅന്നസ് പറയും മുദക്കറിനെ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇതാണ് തഗ്ലീബ്. അപ്പോൾ നമുക്ക് നോക്കാം. തഗ്ലീബുൽ മുദക്കരി അലൽ മുഅന്നസി, അതായത് മുഅന്നസിനെ മുദക്കറിൽ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നത് പോലെ. തഗ്ലീബിനെ നമുക്ക് ഉൾപ്പെടുത്തുക എന്നർത്ഥം കൊടുക്കുക. മുഅന്നസിനെ മുദക്കറിൽ ഉൾപ്പെടുത്തുക. ഫി ഖൗലി തആല വകാനത്ത്, ആ പെണ്ണായിരുന്നു മിനൽ ഖാനിതീന, അല്ലേ, വളരെ ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീ ആയിരുന്നു പറയാണ്. അപ്പോൾ അവിടെ ഖാനിത്താത്ത് എന്നാണ് പറയേണ്ടത്. ഖാനിത്തീന എന്ന് മുദക്കർ പറഞ്ഞു, അതുകൊണ്ട് അതിനകത്ത് സ്ത്രീയെയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ തഗ്ലീബ്. ഒമിൻഹു, അതിൽപ്പെട്ടാണ് അൽ അബവാനി ലിൽ അബി വൽ ഉമ്മി, മാതാപിതാക്കൾക്ക് അബവാനി എന്ന് പറയും. അപ്പോൾ അവിടെ അബിനെ എന്ത് ചെയ്തു, അബിൽ ഉമ്മിനെയും കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോൾ തഗ്ലീബുൽ മുദക്കരി, അല്ലെങ്കിൽ മുദക്കറിനെ തഗ്ലീബ് ചെയ്യുക. വൽ അഖഫി, അഖഫിനെ അല ഗൈരിഹിമ, രണ്ടും അല്ലാത്ത അതിനെ എന്ത് ചെയ്യുക, എന്നേക്കാൾ എന്ന് പറഞ്ഞാൽ മുദക്കറിലും അഖഫിലും അത് രണ്ടും അല്ലാത്ത മുഅന്നസിനെയും അഷദിനെയും ഉൾക്കൊള്ളിക്കുക എന്നർത്ഥം. നഹു അൽ ഖമറൈനി അയ്യ ഷംസുൽ ഖമർ, ഖമറൈനി എന്ന് പറയും, എന്താണ്, സൂര്യനെയും ചന്ദ്രനെയും. അതുപോലെ ഉമറൈനി അയ്യ അബീബക്കർ വ ഉമർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, രണ്ടുപേരെ തഗ്ലീബ് ചെയ്തതാണ് നിങ്ങൾ കണ്ടത്. വൽ അക്സരി ആലൽ കുല്ലി, അക്സറിനെ എന്ത് ചെയ്യുക, കുല്ലിനേക്കാൾ തഗ്ലീബ് ചെയ്യുക. നോക്കാം, ലനുഖ്രിജ എന്നൊക്കെ, അതായത് അക്സറിൽ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക അലൽ കുല്ലി, കുല്ലിനെ.
നുഖരിജ് എന്നൊക്കെ താങ്കളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും. യാ ഷുഐബ് ഷുഐബ് വല്ലതിനാമനും ആക്ക തങ്ങളോടൊപ്പം വിശ്വസിച്ചവരെയും മിക്കറിയത്തിന നമ്മുടെ ഗ്രാമത്തിൽ നിന്നും ഔല തഊദുന്ന ഫീമില്ലത്തിന അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ചര്യയിലേക്ക് നീ മടങ്ങി വരുന്നവരെ. അപ്പോൾ അവിടെ എന്താണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഷുഐബ് നബിയിൽ ഔല തഊദുന്ന ഫി മില്ലത്തിന നിങ്ങൾ നമ്മുടെ മില്ലത്തിലേക്ക്. അപ്പം ഉദ്ഖല ഷുഐബിനെ ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ടു ബി ഹുക്മി തഗ്ലീബിൻ്റെ എന്താണ് രൂപത്തിൽ ഫി ലതഊദുന്ന ഫി മില്ലത്തിന എന്താണ് ഔല തഊദുന്ന ഫി മില്ലത്തിന എന്ന വാക്യം. അപ്പോൾ നമ്മുടെ മില്ലത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറയുമ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു എന്നല്ല അർത്ഥം. അപ്പോൾ അവിടെ ഷുഐബ് നബി ആണെങ്കിൽ മാ അന്നഹു ഷുഐബ് നബി ലം യക്കുൻ ഫിഹ ഖത്തു അവരുടെ മില്ലത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഹത്താ യഊദയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട്. അപ്പം മടങ്ങിപ്പോകാൻ ഷുഐബ് നബി അവരുടെ മില്ലത്തിൽ ഒരു നിമിഷം പോലും നിലയുറപ്പിച്ചിട്ടില്ല. അതുപോലെ തഊദുന്ന എന്ന് പറയുമ്പോൾ ഷുഐബ് നബി അതിനകത്ത് പെട്ടുപോകും. അപ്പോൾ അതാണ് പറഞ്ഞത് അവിടെ അക്സറാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. തഊദുന്നയിൽ ആ അക്സറിൽ കുല്ലിനെ എന്ത് ചെയ്യാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. വക്ക തഗ്ലീബിൽ ആക്കിലി അല ഗൈരി ആക്കിലിനെ ഗൈർ ആക്കിലിനേക്കാൾ എന്ത് ചെയ്യും തഗ്ലീബ് ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞില്ലേ ലോക രക്ഷിതാവായ അള്ളാഹുവിനെ സർവ്വസ്. അപ്പോൾ ആലമീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരായ ലോകത്തുള്ള ജീവികൾ മാത്രമേ ഉൾപ്പെടുള്ളൂ. പക്ഷെ അതിനകത്ത് മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളെയും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ തഗ്ലീബിൽ മുദക്കരി അലൽ മുഅന്നസി മുതൽ താഴോട്ട് വരുമ്പോൾ മുദക്കറിൽ ഉൾപ്പെടുത്തി മുഅന്നസിനെ എന്നർത്ഥമാണ് വരിക. അതുപോലെ മുദക്കറിലും അഖഫിലും ഉൾപ്പെടുത്തി രണ്ടും അല്ലാത്ത, അതായത് എന്താണ് മുഅന്നസിനെ അല്ലെങ്കിൽ അഷദ്ദിനെ. പിന്നെ അക്സറിൽ ഉൾപ്പെടുത്തി കുല്ലിനെ ഉൾപ്പെടുത്തി അതും അവിടെ പറഞ്ഞതാണ്. ചുരുക്കത്തിൽ തഗ്ലീബ് രണ്ട് സാധനം അതിൽപ്പെട്ട ഒന്നിനെ മറ്റൊന്നിൽ ചേർത്ത് എന്ത് ചെയ്യുക പറയുന്നതിനാണ് തഗ്ലീബ്. ഇതൊക്കെ ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായി വരുന്ന സംഗതികളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് ബാഹ്യമായ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് ഇതെല്ലാം വരുന്നതെങ്കിൽ അതും സാഹചര്യത്തിൻ്റെ ഒരു താല്പര്യമാണ്. അതിൻ്റെ ലോജിക്കുകളാണ് ഇവിടെ നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ ഈ ഒരു താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട്, ബാഹ്യമായ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാം ആംബുലൻസ് പതിയെ പോകേണ്ടതായിരുന്നു. പക്ഷേ രോഗിയുടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ആംബുലൻസ് നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മളിതിലൂടെ ഇൽമുൽ മആനിയുടെ മുഴുവൻ ചർച്ചകളും അവസാനിച്ചിരിക്കുകയാണ്. അവസാനം നമ്മൾ തഗ്ലീബ് എന്ന് പറയുന്ന, അതായത് രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ രണ്ടിൽപ്പെട്ട ഒന്നിനെ മറ്റൊന്നിൽ ലയിപ്പിച്ച് പറയുന്ന രീതിയാണ്. അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പല രൂപങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഷുഐബ് നബിയുടെ അത് എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഷുഐബ് നബിയുടെ സമുദായത്തെ എന്ത് ചെയ്യുന്നു, അവിടെ സമുദായത്തിൻ്റെ കൂട്ടത്തിൽ ഷുഐബ് നബിയെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മതത്തിലേക്ക് മടങ്ങി വരുന്നത് വരെ നിങ്ങളോടുള്ള ബഹിഷ്കരണം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം മടങ്ങി വരിക എന്ന് പറയുമ്പോൾ ഷുഐബ് നബി മടങ്ങി പോകുക എന്ന് പറയുമ്പോൾ ഷുഐബ് നബി ആദ്യം കുഫറിലായെന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനെ ഇല്ല. അപ്പോൾ അവിടെ ചുരുക്കത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ ആ വരുന്ന എന്താണ് മൊത്തത്തിൽ ഉൾപ്പെടുത്തി അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അക്സറിൽ കുല്ലിനെ പെടുത്തി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. ഇനി ഇൽമുൽ ബയാനിലേക്ക് പ്രവേശിക്കുക.